വെളിച്ചത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചത്തുള്ള പണി എനിക്കറിയില്ല. ഇരുട്ടത്ത് പണിയെടുക്കണേ നല്ലത്. കാരണം വെച്ചാൽ ഇരുട്ടത്ത് പണിയെടുക്കുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ശരിക്കും വികാരം വരുള്ളൂ. പിന്നെ ഒരാണിനെ ശരിക്കും സൂചിപ്പിക്കാൻ പറ്റണതൊക്കെ ഇരുട്ടില് പണിയും. പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു ഇത് വരുന്നെങ്കിൽ ഇരുട്ടത്തായിരിക്കുന്നത്. കാരണം നമ്മളൊരു വെളിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾക്കും അവർക്ക് മടിയായിരിക്കും എന്തായാലും കാണിക്കാനും മുഖത്ത് നോക്കാനും. കണ്ണെപ്പോഴും പൊത്തിപ്പിടിക്കും, കണ്ണടച്ചു പിടിക്കും, ഒന്നും വേണ്ടാന്നൊക്കെ പറയുള്ളൂ. ഇരുട്ടാവുമ്പം എല്ലാ പെണ്ണുങ്ങളും എല്ലാത്തിനും സമ്മതിക്കും, ഒച്ച വയ്ക്കും. അല്ലേ പാച്ചു? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എല്ലാ പെണ്ണുക്കും ഇരുട്ടാണ് ഇഷ്ടം. ചിലർക്ക് വെളിച്ചാണ്. എനിക്ക് വെളിച്ചം ഇഷ്ടല്ലേ. ഞാൻ വിളിച്ചില്ല. പിന്നെ അതേ സമയത്ത് റൂമിലെങ്കിലും വെട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ലാവെട്ടൊക്കെ വെക്കും. ഇനിയിപ്പോ മൊബൈലിൽ ടോർച്ച് കത്തിച്ച് വെച്ചാൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഫുള്ളും വെട്ടടിക്കും. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലും കയറ്റി മോളിൽ കയറ്റി വെക്കും, കുറച്ച് ഇങ്ങനെ തുറന്നു വെക്കും. എനിക്ക് ഇച്ചിരി വെട്ടടിക്കാൻ പോകണം. എനിക്ക് വെട്ടം ഇഷ്ടമല്ല. പിന്നെ തലയണ വെക്കുന്നോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇരുട്ടിൽ എന്ത് കാണിക്കാലോ. കറക്റ്റ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം ഇരുട്ടിൽ എന്തും കാണിക്കാൻ ആ മുഖം കാണുന്നില്ല. ഇരുട്ടിൽ നമുക്ക് എന്തും കാണിക്കാം. അതൊക്കെ ഇരുട്ടാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വികാരം. അവർക്ക് നല്ല സുഖം കിട്ടുന്നത് ഇരുട്ടത്താണ്. മുഖം കണ്ട് സെക്സ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ ബോയ് ഫ്രണ്ടിന്റെ ആയാലും ശരി, ഭർത്താവിന്റെ ആയാലും ശരി, എപ്പോഴും അങ്ങനെയാണ്. ഇരുട്ടിട്ടാണ് കേട്ടോ പണിയെടുക്കാൻ തീരും. പിന്നെ തലയണയും കുഴപ്പമൊന്നുമില്ല. തലയണ നല്ലതാ. തലയണയാകുമ്പോ എല്ലാം ശരിക്കും കാണാം. ഇരുട്ടത്ത് പണിയെടുത്താൽ കയറ്റുന്ന സ്ഥലം മാറിപ്പോവും. അതിനെ പിടിച്ചു വെച്ച് കയറ്റിയാൽ മതിയല്ലോ. നമ്മള് മാമനും കൂടെ വരികയോ നമ്മൾ പിടിച്ചു വെച്ച് കയറ്റി അതിൽ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ എവിടെയും കുത്തി കഴിഞ്ഞാൽ അവിടെ പൊട്ടും. അങ്ങനെ അതിന്റെ ആവശ്യം. ഇടക്കവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കണം. അത് ആണക്ക് ഭയങ്കര വികാരം. എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ഹസ്ബൻഡും ഇല്ല. ആണോ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ബോയ് ഫ്രണ്ടും ഇല്ല, ഹസ്ബൻഡും ഇല്ല, പെണ്ണാണല്ലേ. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടും ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല, ഭർത്താവ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വികാരം നിങ്ങൾ എങ്ങനെ തീർക്കുക? എനിക്കറിയില്ല. പറഞ്ഞു തരുമോ? നിങ്ങളുടെ വികാരം നിങ്ങൾ എങ്ങനെ തീർക്കും? ബോയ് ഫ്രണ്ടും ഇല്ല, ഭർത്താവും ഇല്ല, എങ്ങനെ തീർക്കും വികാരം? എന്തായാലും ഒരു ലേഡിക്ക് എന്തായാലും വികാരങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ വികാരം നിങ്ങൾ എങ്ങനെ അടുക്കി നിർത്തും? അത് പറഞ്ഞു കൊടുത്ത് പോകാൻ പാടില്ല. ചേട്ടാ നിങ്ങൾ പറയണം. ഗേൾ ഫ്രണ്ടും ഉണ്ട്. നിങ്ങൾ ആണോ പെണ്ണോ? നിങ്ങൾ ഗേൾ ഫ്രണ്ടാ? നീ പെണ്ണല്ലേ, അപ്പൊ നിങ്ങൾ ഗേൾ ഫ്രണ്ട് ആണല്ലേ? ഗേൾ ഫ്രണ്ട് പെണ്ണും ചെയ്തിട്ട് വികാരങ്ങൾ മാറ്റൂലേ? ഈ ബോയ് ഫ്രണ്ടും ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുകൾ എന്ത് ചെയ്യും ഗുയിസ്? അല്ലെ, എങ്ങനെ അവരെ വികാരം തീർക്കും? ഒന്ന് പറഞ്ഞുതരോ പ്ലീസ്? ടെൽ മീ. ബോയ് ഫ്രണ്ടും ഭർത്താവും ഇല്ലാത്ത പെണ്ണുങ്ങള് എങ്ങനെയാണ് അവരെ തൃപ്തി കണ്ടെത്തുക? നിങ്ങക്ക് പറയാൻ പറ്റുമോ? അല്ല, എനിക്കറിയാൻ പാടില്ല, ചോദിക്കാം. എന്ത് ചെയ്യും ഗുയിസ്? ഞാൻ ആണാണ്. ഓക്കെ, ആണാണല്ലേ. ഈ ബോയ് ഫ്രണ്ടും ഈ ഭർത്താവും ഇല്ലാത്ത പെണ്ണുങ്ങള് എങ്ങനെ വികാരം അടുക്കി നിർത്തും? എന്ത് ചെയ്തിട്ടാണ് അവർ തൃപ്തിപ്പെടുക? ഒന്ന് പറഞ്ഞുതരോ? ബിജി എന്താണ് ചെയ്തത്? എനിക്ക് ഇവിടെ ആളുണ്ടേട്ടാ, ഞാൻ വിളിച്ച വിളിപ്പുറത്ത് വരും. ഓക്കെ. പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്ര വികാരമൊന്നുമില്ല. ഓക്കെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ വിളിച്ചാലാണോ വിരലിടും. അത് ചെയ്യുന്നത് തെറ്റാണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളില്ല. അതിൽ മാത്രം അതും ചെയ്യുന്ന പെണ്ണുങ്ങൾ കാണും. പക്ഷെ എന്നെ കണക്ക് കൂട്ടല്ലേ, ഞാൻ ചെയ്യാറില്ല. ഞാൻ അത് ആണിട്ട് ഞാൻ സത്യം ചെയ്യും. എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷെ അത് ചെയ്യുന്നത് കൊള്ളത്തില്ല. ഓക്കെ. അത്ര ആൾക്കാരാ. അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ മുത്തേ. പക്ഷെ ആണുങ്ങൾ ചെയ്ത് കൊടുക്കും. അതൊക്കെ ഇൻട്രസ്റ്റ് പിന്നെയും ഉണ്ട്. തെറ്റാണ്. ഓക്കെ. വേണമെങ്കിൽ ഒന്ന് തലോടൊക്കെ ചെയ്യാം, വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ ചെയ്യാത്തോണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഓക്കെ. വിരൽ ചെറുതാണ്. എനിക്ക് ആ പരിപാടി ഇല്ല കേട്ടോ. എന്റെ കയ്യിൽ നഖമൊക്കെ കണ്ടില്ലേ? എനിക്ക് ആ സ്വഭാവം ഇല്ല. എനിക്കത് ഇഷ്ടമല്ല.